ഗവർണറുടെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി GR അനിലും വലിയ പത്രവാർത്തയാണ് ഇന്ന്. തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീഥിയിലെ ഒളിമ്പിക് അസോസിയേഷൻ മാനവീയം വീഥിയിലെ അവരൊരു ഫ്ലാഗ് ഓഫ് പരിപാടി സംഘടിപ്പിച്ചു. അവിടെ ഒരു സ്റ്റേജ് കിട്ടിയിരുന്നു. ഗവർണറാണ് ഒളിമ്പിക് ദിനാഘോഷത്തോടൊപ്പമുള്ള ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഗവർണർ സ്റ്റേജിൽ വന്നു. മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി GR അനിലും സ്റ്റേജിലുണ്ട്. മറ്റ് VIP-കളും സ്റ്റേജിലുണ്ട്. ഗവർണർ പോഡിയത്തിൽ വന്നപ്പം ദേശീയഗാനം ആലപിച്ചു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ദേശീയഗാനം പങ്കെടുത്തു. അതിനുശേഷം ഗവർണർ ഒളിമ്പിക് അസോസിയേഷൻ്റെ മാനവീയം വീഥിയിലെ അവരുടെ ഒളിമ്പിക് ദിനാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി. അതിനു വേണ്ടിയിട്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപി സ്റ്റേജിലിരുന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം കാണികൾക്കിടയിൽ ചെന്ന് നിന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന സ്റ്റാറിനെ കണ്ടപ്പം കുട്ടികളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടി. അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അദ്ദേഹം അവരോടൊപ്പം നിന്ന് സന്തോഷിച്ചു. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഗവർണറുടെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങിയത് എന്താണെന്ന് പലർക്കും അറിയില്ല. ആ ഒരു ഫംഗ്ഷന്റെ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ ആ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരില്ല. സ്റ്റേജിലിരിക്കുന്നവർ ഗവർണറുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്ഷണിക്കപ്പെട്ടവരും മാത്രമേ ഉള്ളൂ. ആ ക്ഷണിക്കപ്പെട്ടവരെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ അറിയപ്പെടുന്നവരല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റലിജൻസും പോലീസും ഒക്കെ നോക്കിയിട്ട് മാത്രമേ അവർക്ക് അനുമതി കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒരു സംഭവം നമുക്ക് നേരത്തെ ഓർമ്മയുണ്ട്. കോഴിക്കോട് ഒരു സർവകലാശാലയുടെ ഫംഗ്ഷനിൽ ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് അതൃപ്തി സ്റ്റേജിലിരുന്ന ഒരാൾ പ്രകടിപ്പിച്ചു. അത് പാടില്ലായിരുന്നു. അത് വലിയ വിവാദമായ സംഭവം നമുക്കറിയാം. അതിനുശേഷം ഗവർണറെ റോഡിൽ പല സ്ഥലത്തും തടഞ്ഞ സംഭവങ്ങളും നമുക്കറിയാം. പ്രോട്ടോകോൾ ലംഘനം തന്നെയല്ലേ അത്? അതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്. ഇവിടെ സംഭവിച്ചത് ഗവർണർ ആ പരിപാടി വന്നപ്പം ദേശീയഗാനം, അതിനുശേഷം ഫ്ലാഗ് ഓഫ് ചെയ്തു. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അതൊരു പ്രോട്ടോകോൾ ലംഘനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് ഇറങ്ങിപ്പോയാൽ പ്രോട്ടോകോൾ ലംഘനമാണ്, അനാദരവാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അതിനു മുമ്പ് ഇറങ്ങിപ്പോയി. പക്ഷേ ക്ഷണിക്കപ്പെടാത്ത ഒരാൾ ഗവർണറൊപ്പം സ്റ്റേജിലിരിക്കാൻ കഴിയുമോ? അതായിരിക്കും അദ്ദേഹത്തിനെ ആരെങ്കിലും ധരിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് താൻ കേന്ദ്രമന്ത്രിയാണ്, MP ആണ്, അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിലും ഗവർണറുടെ ഫംഗ്ഷന് അതിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പങ്കെടുക്കുന്നത് ക്ഷണിക്കപ്പെടാതെയാണെന്നുള്ള കുറ്റബോധം തന്നെയാണത്. അദ്ദേഹം ഇറങ്ങിപ്പോയി. പ്രസംഗത്തിന് തൊട്ടു മുമ്പാണ് ഇറങ്ങിപ്പോയത്. അദ്ദേഹം കാണികളുടെ കൂടെ നിന്നു. മഴയത്ത് അവിടെ പതാക വീശി കാണിച്ചു. കുട്ടികളെല്ലാം സന്തോഷത്തിന് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഇതൊരു പ്രോട്ടോകോൾ ലംഘനമായിട്ട് തന്നെയാണ് മന്ത്രിമാരായ GR അനിലും ശിവൻകുട്ടിയും പറയുന്നത്. കാരണം ഈ ഒരു ഫംഗ്ഷന് ഒരു അനാദരവല്ല അത്. സ്റ്റേജിൽ ക്ഷണിക്കപ്പെടാത്ത വ്യക്തികൾ ഇരിക്കാൻ പാടില്ല. അത് പ്രോട്ടോകോൾ അനുസരിച്ച് ഇരിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം പെട്ടെന്ന് അനാദരവ് കാണിക്കാതെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് ഇറങ്ങി അദ്ദേഹം റോഡിൽ കുട്ടികളുടെ ഇടയിൽ പോയി നിന്നത്. അപ്പൊ ഇത് നമ്മൾ പല രീതിയിലും വ്യാഖ്യാനിക്കാം. മന്ത്രിമാർക്കും വ്യാഖ്യാനിക്കാം, എല്ലാം വ്യാഖ്യാനിക്കാം. അതിന് അർഹതയുള്ളവർ വ്യാഖ്യാനിക്കട്ടെ. പക്ഷെ ഇവിടെ ഗവർണറുടെ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ക്ഷണിക്കപ്പെടാത്ത ആൾക്കാർ ഇരിക്കാൻ പാടില്ല എന്ന തത്വം നോക്കുമ്പോൾ സുരേഷ് ഗോപി അനാദരവ് കാണിക്കാതെ ഫ്ലാഗ് ഓഫും ദേശീയ പതാകയും ദേശീയഗാനവും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് ഇറങ്ങിപ്പോയത് അത് ഒരു അനാദരവല്ല, അതൊരു കുറ്റകരമായ പ്രവൃത്തിയല്ല. അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ ലംഘിക്കാതിരിക്കാൻ ഇദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ്. എന്നാൽ ഒരു കേന്ദ്രമന്ത്രിക്ക്
ഒരു എം പിക്ക് ഗവർണറൊപ്പം ഇരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അവിടെ ക്ഷണക്കത്തുണ്ടായിരുന്നു. ആ ക്ഷണക്കത്തിനകത്ത് സുരേഷ് ഗോപിയുടെ പേരില്ല. അതാണ്. അത് രണ്ടു വിധത്തിൽ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി ആ കാണികളുടെ ഒപ്പം പോയി നിന്ന് ആ ഫംഗ്ഷൻ വീക്ഷിച്ചത്. അദ്ദേഹം വാക്കൗട്ട് നടത്തി ആ സ്ഥലത്ത് നിന്ന് സ്ഥലം വിട്ടില്ല. അത് തീർച്ചയായിട്ടും ഒരു ലംഘനമാണ്. അതൊരു ഗവർണർ വന്നവർ ഗവർണറുടെ അനാദരവ് കാണിക്കുന്നതായിട്ട് തോന്നാം. പക്ഷെ അതിലൊന്നും അദ്ദേഹം തയ്യാറായില്ല. ഫംഗ്ഷൻ കഴിയുന്നിടം വരെ മഴയത്ത് നനഞ്ഞ് കുട്ടികളുടെ ഒപ്പം കാണികളുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് വസ്തുത.